ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും ഗൗരവത്തോടെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഭാഷ ഏത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അറബി ഭാഷ എന്നാണ്. ഖത്തർ വേൾഡ് കപ്പ് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണം, ഞാൻ ചില സൂചനകൾ തരാൻ, നിങ്ങൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരാണല്ലോ. 2020 ദുബായ് എക്സ്പോ എന്ന് പറയുന്നത് അറബി ഭാഷയുടെ സമകാലിക വളർച്ചയിലെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ ആണ്, നാഴികക്കല്ലാണ്. ആ 2020 വേൾഡ് എക്സ്പോ ദുബായ് നടക്കുന്ന സമയത്ത് ലോകത്തുള്ള 200 രാജ്യങ്ങൾ അവരുടെ കയ്യിലുള്ള അടുത്ത 100 വർഷത്തേക്ക് തങ്ങൾ ലോകത്ത് സംഭാവന ചെയ്യാൻ പോകുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുള്ള മികവുകളെ കുറിച്ച് ഉള്ള പ്രദർശനമാണ്. ആ പ്രദർശനം സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടിയ കേരളത്തിലെ ഒരുപാട് അധ്യാപകരിൽ ഒരാളാണ് ഞാൻ. ഏകദേശം 100ഓളം രാജ്യങ്ങളുടെ പ്രദർശനം അവിടെ വെച്ച് കാണാൻ, ഒരാഴ്ചയോളം താമസിച്ച് കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റാളുകളിൽ അമേരിക്കയുണ്ട്, യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടനുണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്, ഓസ്ട്രേലിയയുണ്ട്, കാനഡയുണ്ട്, ചൈനയുണ്ട്, കൊറിയയുണ്ട്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമുണ്ട്. പക്ഷെ ദുബായ് ഗവൺമെന്റ് അവിടെ വെച്ച ഒരൊറ്റ നിർബന്ധം, നിഷ്കർഷിച്ച ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഈ എക്സിബിഷനിൽ നിങ്ങൾ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഷയിലും അത് പ്രദർശിപ്പിക്കാം, പക്ഷേ അറബി ഭാഷ നിർബന്ധമാണ്. ബൈലിംഗൽ ആയിക്കൊണ്ടല്ലാതെ അറബി ഭാഷയുടെ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അറബി ഭാഷയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഈ എക്സിബിഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ദുബായ് ഗവൺമെന്റ് വെച്ച ഒരൊറ്റ കണ്ടീഷൻ കൊണ്ട് ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ആസ്വദിക്കുന്ന, ഉപജീവിക്കുന്ന ഒരു ഭാഷയായി അറബി ഭാഷ മുന്നോട്ട് പോവുകയാണ്. ഉദാഹരണങ്ങൾ എമ്പാടും എന്റെ കയ്യിലുണ്ട്, സമയം അനുവദിക്കാത്തതുകൊണ്ട് മാത്രം ഞാൻ കടന്നു പോകുന്നില്ല. അവസാനമായ ഒറ്റ ഉദാഹരണം, അത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പുസ്തകമേള എന്നറിയപ്പെടുന്നത് ഷാർജ ബുക്ക് ഫെയർ ആണ്, ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. അതിൽ പങ്കെടുക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ ഈ സദസ്സിൽ തന്നെയുണ്ട്. 40 വർഷം മുമ്പ് ഷാർജ ബുക്ക് ഫെയർ ആരംഭിക്കുമ്പോൾ വളരെ ലളിതമായ, വളരെ ചുരുങ്ങിയ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ വേൾഡ് ബുക്ക് ഫെയർ എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1 ബുക്ക് ഫെയർ ആയി മാറുന്ന ഒരു തലത്തിലേക്ക് വികസിച്ചതിന്റെ പിന്നിൽ ഒരു വലിയ ബുദ്ധിശക്തി ഉണ്ട്. ആ ബുദ്ധിശക്തിയുടെ പേരാണ് ഷാർജ റൂളർ ഹിസ് ഹൈനസ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി എന്ന് പറയുന്ന ഷാർജയിലെ രാജാവ്. അദ്ദേഹം അവിടെ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ച ഒരു കാര്യം അറബി ഭാഷയുടെ പ്രമോഷനാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് ലോകത്ത് ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന ഒരു പുസ്തകമേള അത് അറബ് രാജ്യത്ത് നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അറബി ഭാഷയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളെ കുറിച്ച് കേൾക്കാനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്നെനിക്കറിയാം. അറബി ഭാഷയിലുള്ള തൊഴിൽ സാധ്യതകൾ എന്ത് എന്ന് ഞാൻ പലപ്പോഴും എന്റെ മുന്നിൽ കിട്ടുന്ന വിദ്യാർത്ഥികളോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ആ ചോദ്യം വലിയ നിരാശയിലേക്കാണ് എന്നെ നയിക്കാറുള്ളത്. അതിന്റെ ഉത്തരം, അറബി ഭാഷയിൽ എത്രത്തോളം തൊഴിൽ സാധ്യതകളുണ്ട് എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയുന്ന ഉത്തരങ്ങൾ ചിലപ്പോൾ 3 or 4 ഓപ്ഷനുകൾ മാത്രമാണ്. هذا يوصفني جدا أن الطلبة الأوساط المثقفين في أمتنا في مجتمعنا وهم لا يعرفون قيمة ومكانة هذه اللغة الغالية الثمينة. ഇതിന്റെ വില അറിയാത്തവരാണ് നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികൾ. അതുകൊണ്ടാണ് ക്ലാസ്സിൽ വന്നിട്ട് സവാഉൻ മഹിയാഹും വമമാതുഹും എന്ന തലത്തിൽ അവരിങ്ങനെ ഇരിക്കാനുള്ള കാരണമാണ്. അല്ലെ, ക്ലാസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും എന്നാണോ പറയേണ്ടത്? അത് അസ്സലാമു അലൈക്കുമിന്റെ കൂടെ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്നാണോ പറയേണ്ടത് എന്ന ഒരു ശ്മശാനത്തിന് സമാനമായ, മോർച്ചറിക്ക് സമാനമായ ഒരു ആംബിയൻസ് ആണ് പലപ്പോഴും നമുക്ക് ക്ലാസ് റൂമുകളിൽ ലഭിക്കുന്നത്. അതിന്റെ കാരണം ഇന്ന അദ്ദാരിസീന അല്ലദീന യതനാവലൂന ഹാദിഹിൽ ലുഗ യജ്ഹലൂന തമാമൻ അൻ ഫുറസിഹാ വഇംകാനിയാതിഹാ ഫീ മജാലിൽ വളായിഫി വൽ ഇസ്തിസ്മാരി വത്തിജാറതി വൽ ബഹ്സി വദിറാസതി വമാ ഇലൈഹാ. കുട്ടികളോട് ചോദിച്ചാൽ പറയും മുദരിസ്, ടീച്ചറാവാം. ഇപ്പൊ കുറച്ചുകൂടി കുട്ടികൾ പറയുന്നുണ്ട് ട്രാൻസ്ലേറ്റർ ആവാം. എന്തൊക്കെ എങ്ങനെയാവാം? ട്രാൻസ്ലേറ്റർ ആവാം, എങ്ങനെ അറിയാം? ടൈപ്പിസ്റ്റ് ആവാം. മിനിമം 100 ജോലി, മിനിമം 100 ജോബ് പൊസിഷൻ
അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും റിലവൻ്റായി നിലനിൽക്കുന്നുണ്ട്. ജോലി മാത്രം അതല്ല, ജോലിയല്ല നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ സംരംഭകത്വത്തിലേക്കാണ് ഇറങ്ങേണ്ടത്, ഓണ്ടർപ്രണർഷിപ്പിലേക്കാണ് വരേണ്ടത്. അന്ത തഹ്തമു കസീറൻ ഫീ മജാൽ അൽ ഇസ്തിസ്മാർ. ഇദൻ അമാമക അബ്വാബുൻ മഫ്തൂഹ ഫീ മജാലിൽ ലുഗൽ അറബിയ്യ. അറബി ഭാഷ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കാത്ത അനന്തമായ അറ്റമില്ലാത്ത സാധ്യതകളാണ് തുറന്നു കിടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു 10 ദിവസത്തോളം ഖത്തറിലാണ് ഉണ്ടായിരുന്നത്. ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ ക്ഷണപ്രകാരം അവിടുത്തെ ഒരു കോൺഫറൻസിൽ അതിഥിയായി പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ കോൺഫറൻസ് കഴിഞ്ഞ് കുറച്ച് സമയം ഒഴിവ് കിട്ടിയപ്പോൾ ഞാൻ അവിടുത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സന്ദർശിച്ചു, അവിടുത്തെ അധികാരികളുമായി സംസാരിച്ചു, അവിടുത്തെ പ്രൊഫസർമാരുമായി ആശയവിനിമയം നടത്തി. അങ്ങനെ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അവിടുത്തെ എഡ്യൂക്കേഷൻ സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചെന്നു. അവിടുത്തെ മർക്കസുൽ ലുഗാത്ത്, സെന്റർ ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്ന കേന്ദ്രത്തിലെ അതിന്റെ അമരത്വം വഹിക്കുന്ന, ചുക്കാൻ പിടിക്കുന്ന ഒരു പ്രൊഫസറുമായി സംസാരിക്കാൻ അവസരം കിട്ടി. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ കേരളത്തിൽ ഉള്ള അറബി ഭാഷ പഠനത്തിന്റെ സാധ്യതകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെ പോകുമ്പോൾ അഭിമാനത്തോടെ പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് നേരത്തെ അവിടെ മാഹിൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അവസരങ്ങൾ ഈ ഭാഷയെ സേവിക്കാൻ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായി പറയുന്ന ഒരു കാര്യം, ലാ തൂജദ് ബുഖഅത്തുൻ മിൻ ബുഖാഇൽ അർദ് വലാ തിർബത്തുൻ മിൻ തുറാബിഹ ഇല്ലാ ഖദ് ഇസ്തശ്ഹദ ഫീഹി സലാസത്തു ശബാബ് മിൻ അജലിൽ ലുഗൽ അറബിയ്യ മിൻ അജലി മുഹാഫത്തിൽ ലുഗൽ അറബിയ്യ ഇല്ലാ ഫീ ദിയാരിന ഫീ റുബൂഇ കേരള. ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് സമരങ്ങൾ പല ഭാഷയ്ക്ക് വേണ്ടി ലോകത്ത് എവിടെയും നടന്നിട്ടുണ്ടാവും. എന്നാൽ അറബി ഭാഷയ്ക്ക് വേണ്ടി, അറബി ഭാഷാ സംരക്ഷണത്തിന് വേണ്ടി 3 ചെറുപ്പക്കാർ അവരുടെ ജീവൻ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, 3 രക്തസാക്ഷികളെ ഈ ഭാഷയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അറബ് രാജ്യത്തുനിന്നുമല്ല, അറബി ഭാഷ സ്വന്തം മാതൃഭാഷയായി സംസാരിക്കാത്ത കേരളത്തിൽ നിന്നാണ് എന്ന അഭിമാനത്തോടെ ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഇദ്ദേഹവുമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ കോഴിക്കോട് കേന്ദ്രമായി അക്കാഡമി ഓഫ് എക്സലൻസ് എന്ന് പറയുന്ന അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫിനിഷിംഗ് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവർക്ക് ജോലി കൊടുക്കുന്ന 100% പ്ലേസ്മെന്റ് ഓഫർ കൊടുക്കുന്ന ഒരു സ്ഥാപനം ഞാൻ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായ ചില പ്രവർത്തനങ്ങൾ ഖത്തറിലും UAE-യിലും സൗദി അറേബ്യയിലും ഒക്കെ തുടങ്ങുന്നതിന്റെ ഒക്കെ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഫസ്റ്റ് കാര്യം, ഓക്കെ ഗുഡ്, നല്ലതാണ്, പക്ഷേ അൻ അക്തരിഹു ഇൻഷാ മുഅസ്സസതിക ഫി ബരിതാനിയ ഫി അൽ മംലക്കൽ മുത്തഹിദ. ഇന്ത്യയിലും കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ നല്ലതാണ്, പക്ഷെ അറബി ഭാഷയ്ക്ക് ഇന്ന് ഏറ്റവും അധികം സാധ്യതയുള്ളത് ഫിൽ ബിലാദിൽ ഗർബിയ, പാശ്ചാത്യ രാജ്യങ്ങളാണ്, വെസ്റ്റിലാണ്. അതുകൊണ്ട് താങ്കൾ നിർബന്ധമായി UK-യിലേക്ക് പോകണം. എൻ്റെ കുറെ സുഹൃത്തുക്കൾ അവിടെയുണ്ട്, ഞാൻ അവരെ താങ്കളുമായി കണക്ട് ചെയ്ത് തരാം. അവിടെ അറബി ഭാഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു ഒരുപാട് പാശ്ചാത്യരായ ആളുകളുണ്ട്. കാരണം അവർ അവരുടെ സാമ്പത്തിക മേഖല ചുരുങ്ങി വരികയും ലോകത്തിന്റെ ഒരു മർക്കസു തിജാറ അൽ ആലമിയ, സെന്റർ ഓഫ് വേൾഡ് ട്രേഡ് എന്ന തലത്തിലേക്ക് ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ മാറുകയും ചെയ്യുമ്പോൾ വലിയ ട്രില്യനുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വൈദേശികരൊക്കെ ഇന്ന് സൗദി അറേബ്യയിലേക്കും ഖത്തറിലേക്കും UAE-യിലേക്കും ഒമാനിലേക്കും ഒക്കെ ഇന്ന് അവരിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരുമ്പോൾ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വൈദേശികരായ സംരംഭകർക്ക്, ബിസിനസ് സാമ്രാജ്യത്തിന്റെ നായകർക്ക് അറബി പഠിപ്പിക്കുവാനുള്ള വല്ല കോഴ്സും ഇപ്പൊ നിങ്ങൾക്ക് ഒരു തുറന്ന അവസരമാണ്. ബിസിനസ് സീക്രട്ട് ഞാൻ തുറന്നു പറഞ്ഞതാണ്. ആരാണ് ആദ്യം തുടങ്ങാൻ നമുക്ക് നോക്കാം, ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. ഞാൻ ആദ്യം തുടങ്ങും, നിങ്ങൾ തുടങ്ങുമെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. നമ്മൾ കാണാത്ത ഒരു സാധ്യതയാണ് അദ്ദേഹം എന്റെ മുന്നിൽ തുറന്നിട്ടത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും വെസ്റ്റിലേക്കൊക്കെ പറഞ്ഞേക്കണം. മൈഗ്രേഷൻ എന്ന ഒരു തലത്തിൽ ഇതുവരെ നമ്മുടെ ചിന്ത വന്നിട്ടില്ല. നമ്മളല്ലാത്തവരൊക്കെ ചിന്തിച്ച് അവിടെ എത്തിക്കഴിഞ്ഞു മാത്രമല്ല അവരുടെ മക്കളും പേരമക്കളും വരെ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചിന്തിക്കണമെങ്കിൽ ഇപ്പോൾ എൻട്രൻസ് വ്യവസായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാവരും നിർത്തി നഷ്ടത്തിലാവുന്ന സമയത്ത്
ആ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകാതിരിക്കാൻ, പാലായിലും തൃശ്ശൂരിലും ഒക്കെയുള്ള സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകാതിരിക്കാനാണല്ലോ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മലപ്പുറത്തെയൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കുന്നത്. ഒരു സാധ്യത, എല്ലാ സാധ്യതയും അവസാനിക്കുമ്പോഴാണ് നമുക്ക് ബോധം വരും. അപ്പൊ മൈഗ്രേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. ഇനി എല്ലാവരും പോയി അവിടുത്തെ സാധ്യതകൾ അവസാനിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ബോധവൽക്കരണ ക്യാമ്പുകളും മഹല്ല് തോറുമുള്ള പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഒരു സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. മൈഗ്രേഷനെ കുറിച്ച് ഏറ്റവും സീരിയസ് ആയി നമ്മൾ ചിന്തിക്കണം. ഈ രംഗത്തുള്ള ഒരുപാട് ചൂഷണ ഏജൻസികളുണ്ട്, ഒരുപാട് തട്ടിപ്പുകാരുണ്ട്, ഒരുപാട് വ്യാജ ബിസിനസ്സുകാരുണ്ട്. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മക്കൾക്ക് ശുദ്ധമായ അറബി ഭാഷ പഠിപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വെസ്റ്റിലേക്ക് പറഞ്ഞേക്കണം, അവരെ നിങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞേക്കണം, അവരെ നിങ്ങൾ കാംബ്രിഡ്ജിലേക്ക് പറഞ്ഞേക്കണം, അവരെ നിങ്ങൾ ഹാർവാർഡ് ബിസിനസ് സ്കൂളിലേക്ക് പറഞ്ഞേക്കണം, അവരെ നിങ്ങൾ ജർമ്മനിയിലെയും സ്വിറ്റ്സർലൻഡിലെയും ഓസ്ട്രേലിയയിലെയും കാനഡയിലെയും വിദ്യാഭ്യാസ സംവിധാനങ്ങളിലേക്ക് പറഞ്ഞേക്കണം. നമ്മൾ മാക്സിമം ചിന്തിക്കാം, നേരത്തെ അൽഹംദുലില്ലാഹ് ഹൈർ പഠിക്കുന്നത് വലിയ സ്ഥലത്താണല്ലോ എന്ന് കണ്ടിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും മദ്രാസ് യൂണിവേഴ്സിറ്റിയിലും ചിലപ്പോഴൊക്കെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ജാമിയ മില്ലിയയിലും അലിഗഡ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ കുട്ടികൾ പഠിച്ചാൽ തന്നെ അൽഹംദുലില്ലാഹ് ഹൈർ എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയിക്കൂടാ? അവിടെയൊക്കെ ഒരു വെല്ലുവിളിയായി നിങ്ങൾ ഏറ്റെടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ അവിടെയൊക്കെ ഏത് ലോകത്ത് നിന്ന് അറിയപ്പെടുന്ന എന്തെല്ലാം യൂണിവേഴ്സിറ്റികളുണ്ടോ അവിടെയൊക്കെ സെന്റർ ഫോർ അറബിക് ആൻഡ് ഓറിയന്റൽ സ്റ്റഡീസ്, സെന്റർ ഫോർ അറബിക് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വളരെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് എന്നാണ് പറയുക. ഏറ്റവും സംഭവബഹുലമായ അക്കാദമിക എക്സർസൈസുകൾ നടക്കുന്ന ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലെ സർവകലാശാലകളാണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ജോലിക്ക് പറഞ്ഞാൽ മതി എന്ന് പറയാനുള്ള കാരണം എന്താണ്? പറഞ്ഞാൽ മതി ചിന്തിക്കാനുള്ള കാരണം എന്താണ്? പഠിപ്പിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. ജോലി ചെയ്താൽ പൈസ കിട്ടുന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ജോലി ചെയ്താൽ കിട്ടുന്ന, ഇപ്പൊ ഖത്തറിലെ തന്നെ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഖത്തറിൽ ഞാൻ 11 വർഷമായി അവിടുത്തെ അമീറിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരു PROയെ കണ്ടു. മന്ദൂബ് എന്ന് അവർ പറയും. നമ്മളുടെയൊക്കെ ഒരു പഠിച്ച അറബിയിൽ നമ്മൾ മുദിറുൽ അലാഖാത്ത് അൽ ആമ എന്ന് നീട്ടി പറഞ്ഞു. 11 വർഷമായി അമീറിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളിയെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശമ്പളം 4000 ദിർഹമാണ്. നമുക്ക് കിട്ടിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? പക്ഷേ ഖത്തറിലെ മഹദ് ദോഹ ദിറാസാത്ത് അൽ ഉലിയ എന്ന് പറയുന്ന അവിടുത്തെ അമീറിന്റെ നേരിട്ടുള്ള പാർട്ട്നേജിൽ നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ മലയാളികളുണ്ട്, 12 പേരുണ്ട്. ആ മഹദ് ദോഹ ദിറാസാത്ത് അൽ ഉലിയ എന്ന് പറയുന്ന സ്ഥാപനം എൻ്റെ ഒരു ശിഷ്യനാണ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെ ഡിഗ്രിക്ക് നമ്മൾ ചേർന്നാൽ കിട്ടുന്ന ശമ്പളം, ഡിഗ്രിക്ക് ചേർന്നാൽ കിട്ടുന്ന ശമ്പളം 2500 ദിർഹമാണ്. 2500 ദിർഹം ഇനി 23-30 കുട്ടികളും നമ്മുടെ മക്കൾ പോകുമ്പോഴേക്കും അത് 30-35 ആയിട്ടുണ്ടാവും. നമ്മുടെ ഭരണാധികാരികൾ കഴിഞ്ഞാൽ നമ്മുടെ മൂല്യം ഇങ്ങനെ താഴോട്ടാണല്ലോ. അവിടെ PGക്ക് ചേർന്നാൽ കിട്ടുന്ന ശമ്പളം സ്റ്റൈപ്പൻഡ് $6000, 6000 റിയാൽ, ഖത്തർ റിയാൽ, 6000 × 23, അതായത് ഒരു 1.5 ലക്ഷം രൂപ നിർബന്ധമായിട്ട് സ്വീകരിക്കാൻ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ തരുള്ളൂ. നിർബന്ധമാണ്. ഇങ്ങനെ അറബി ഭാഷയും അതിന്റെ സാധ്യതകളും ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളൊരു അഡ്മിഷൻ ടെസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കാണുമ്പോൾ രക്ഷിതാക്കൾ തീരുമാനിക്കുന്നത് ഇന്ന് അറബ് സാർ അവിടെ ഇരിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകണ്ട, നാളെ വരാൻ. അറബ് സാറെന്നാണോ നമ്മൾ വിളിക്കുക? അറബി സാറെന്നോ അറബ് സാറൊക്കെ എന്തായാലും കുഴപ്പമില്ല. ആ അറബി സാറെന്ന് അവിടെ ഇരിക്കുന്നുണ്ട്, ഇന്ന് അഡ്മിഷന് പോയ പുള്ളി എങ്ങനെയെങ്കിലും നമ്മള് അറബിക്കിന് ചേർക്കും. അതുകൊണ്ട് നമുക്ക് നാളെ പോകാം എന്ന് പറഞ്ഞിട്ട് കുട്ടി അറബി അല്ലാത്ത ഭാഷ, ഏത് ഭാഷ എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ഭാഷയും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. മറ്റു ഭാഷകൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഗതികൾ ആലോചിച്ച് നോക്കി. ഈ ഭാഷ ലോകത്ത് ഇത്രയധികം വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. അടുത്ത ഒരു നൂറ്റാണ്ട് അറബി ഭാഷയാണ്. നമ്മൾ ദുബായ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ന് എന്താണോ ദുബായ് ലോകത്ത് വ്യവസായ രംഗത്ത് എത്തി നിൽക്കുന്നത്, അതേ തലത്തിലേക്ക് 2030 റുയത്തു 2030 എന്ന് പറയുന്ന ഒരു മിഷൻ ഉണ്ട്. അത് ഏത് രാജ്യത്തിന്റെ പറയുമ്പോൾ തന്നെ മനസ്സിലായി. മംലക്ക അൽ അറബിയ അസ്സൗദിയ ബിലാദുൽ ഹറമൈൻ
റിയാദൊക്കെ ഇപ്പോൾ ഉള്ള റിയാദും നേരത്തെ അവിടെ വർക്ക് ചെയ്ത 10 കൊല്ലം വർക്ക് ചെയ്ത ആളുകളാണ് റിയാദും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. അൽ ഫർഖു ബൈന അൽ ഫീൽ വൻ നംൽ. ഇനി അടുത്ത വേൾഡ് കപ്പ് വരാൻ പോകുന്നത് മംലക്കൽ അറബിയ സൗദിയിലാണ്. അതോടുകൂടി ഈ ഭാഷ എന്ന് പറയുന്നത് അടുത്ത ഒരു 50 വർഷത്തിനുള്ളിൽ ലോകത്തിലെ നമ്പർ 1 ലാംഗ്വേജ് ആയി, ഒരു റിലീജിയസ് ലാംഗ്വേജ് എന്ന തലത്തിൽ മാത്രമല്ല, ഒരു അക്കാഡമിക് ലാംഗ്വേജ് തലത്തിൽ മാത്രമല്ല, ലാംഗ്വേജ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ലുഗത്തു തിജാറത്തി വസ്സുനാഅത്തി വൽ ഇസ്തിസ്മാർ എന്ന് പറയുന്ന തലത്തിലേക്ക് ഈ ഭാഷ ഇങ്ങനെ വളരാൻ വെമ്പി നിൽക്കുന്ന ഒരു സമയത്താണ് ഇവിടെ നമ്മൾ ഈ സെമിനാറിൽ സംസാരിക്കുന്നത്. നമുക്ക് ഒരുങ്ങുവാനും ആസൂത്രണം ചെയ്യുവാനും നമ്മുടെ കുട്ടികളെ അതിന് പാകപ്പെടുത്തുവാനും പരിശീലനം കൊടുക്കുവാനും അവർക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുക്കുവാനും പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയത്താണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. അറബി ഭാഷയിൽ സാധ്യതകളുണ്ട്, ജോലി സാധ്യതകളുണ്ട് എന്നൊക്കെ ഞാൻ പല സ്ഥലത്തും പോയി സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു കോളേജിൽ പോയി സംസാരിക്കുന്ന സമയത്ത് സംസാരം എല്ലാം കഴിഞ്ഞ് ഓപ്പൺ ഫോറം അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ നടക്കുന്ന സമയത്ത് ഒരു കുട്ടി ചോദിച്ചു, സാറേ സാധ്യതകളൊക്കെ ഉണ്ടെന്നുള്ള ശരിയാണ്, ഇതൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ആവറേജ് ബിലോ ആവറേജ് കുട്ടികൾക്കല്ലല്ലോ, ഇതൊക്കെ പഠിപ്പികൾക്കുള്ളതല്ലേ. للمتميزين والمتفوقين في اللغة العربية فقط إنهم يظنون أن هذه الفرص والإمكانيات متاحة فقط للبارزين في هذه اللغة العربية. അറബി ഭാഷയിലുള്ള സാധ്യതകൾ, ജോലി സാധ്യതകൾ ഒരുങ്ങി നിൽക്കുന്നവർക്കുള്ള ഏറ്റവും ഒന്നാമത്തെ എലിജിബിലിറ്റി, ഒന്നാമത്തെ ഒരു മുഅഹൽ അൽ ഇൽമി എന്നവർ പറയുന്നത് അൽ മഅരിഫത്തുൽ ലുഗത്തിൽ അറബിയ എന്നാണ്. മഅരിഫത്തുൽ ലുഗ അൽ അറബിയ എന്ന് പറഞ്ഞാൽ, എനിക്ക് അറബി സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടം, നിങ്ങളെല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പൂർണ്ണമായി അറബിയിൽ തന്നെ സംസാരിക്കും. മഅരിഫത്തുൽ ലുഗ അൽ അറബിയ മഅനാഹു മഅരിഫത്തു അൽ ഖിറാഅത്തി വൽ കിതാബത്തി വൽ ഇസ്തിമാഇ വത്തഹദ്ദുസ് في اللغة العربية. لا يعنى معرفة علم اللغة العربية نحوا وصرفا ودلالة. അറബി കണ്ടാൽ നിങ്ങൾക്കത് അറബിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ? അല്പസ്വല്പം അറബി വായിക്കാൻ അറിയുമോ? അറബി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോക്കിയിട്ടാണെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടോ? അറബിയിൽ അല്പം എഴുതാനുള്ള കഴിവുണ്ടോ? സ്വന്തമായ ക്രിയേറ്റീവ് റൈറ്റിംഗ് അല്ല, നോക്കി എഴുതാനുള്ള കഴിവുണ്ടോ? ഇംലാനുള്ള കഴിവുണ്ടോ? നിങ്ങളെ കാത്തിരിക്കുകയാണ് ഈ ജോലി സാധ്യത മുഴുവൻ. അത് വിദേശ രാജ്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറബി രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും മാത്രമല്ല, നമ്മുടെ ഈ ഇന്ത്യക്കകത്ത് എത്രമാത്രം സാധ്യതകളുണ്ട് അറബി ഭാഷയെ കുറിച്ച് എത്ര പേർക്കറിയാം? ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ശിഷ്യൻ എന്ന് പറയാം, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ തിരുവനന്തപുരം സ്വദേശിയായ ഒരു സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ PG കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു അമേരിക്കൻ കമ്പനിയിലാണ്. അമേരിക്കൻ കമ്പനിയുടെ ഓഫീസ് എന്താണെന്നറിയാം? എവിടെ പറയുന്നത്? പാലാങ്കോണത്തുള്ള അവന്റെ വീട്. അവൻ വീട്ടിലിരുന്നിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു സ്ഥലം സാങ്കേതികമായി പറഞ്ഞാണ്, അവിടെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾ അതൊരു ഒരു വഹമി, ഒരു മക്കാൻ വഹമിയായിട്ട് ചിന്തിച്ചാൽ മതി. അവൻ അവന്റെ വീട്ടിൽ ഇരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. അതിന്റെ ഡോളറിലാണ് അവർ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഒരു അറിവില്ലായ്മയുടെ അല്ലെങ്കിൽ അവബോധത്തിന്റെ അപര്യാപ്തതയുടെ വലിയ പ്രശ്നം നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. നിങ്ങൾക്കറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ പാരന്റ്സിന്, നമ്മുടെ പഠിതാക്കൾക്ക് ഈ വിഷയത്തിൽ വളരെ വലിയ ജ്ഞാനം അടിയന്തരമായി കൊടുക്കുവാൻ ആവശ്യമായ പരിപാടികൾ നമ്മുടെ അറബിക് യൂണിറ്റിന്റെ കീഴിലാണെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണെങ്കിലും വ്യത്യസ്ത രൂപത്തിലുള്ള നമ്മുടെ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിലാണെങ്കിലും നിർബന്ധമായി നമുക്കത് ഉണ്ടായിരിക്കണം. സമൂഹത്തിന് ബോധം ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതിനുള്ള അവസരമായി, അതിനുള്ള ഒരു തുറന്ന വേദിയായി ഈ ഒരു സെമിനാർ മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്തു വിഷയമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്,
സാധാരണ നമ്മൾ സംസാരിക്കാൻ മാക്സിമം നമ്മൾ പറയുക അറബി ഭാഷയും അറബ് നാടുകളും എന്നാണല്ലോ. ഞാൻ ഇതിന് കൊടുത്ത നിർദ്ദേശിച്ച തലക്കെട്ട് അവർ അതേപോലെ സ്വീകരിക്കുകയും ചെയ്തു. അറബ് ഭാഷയും ലോകവും, അറബിയും ലോകവും, വിദ്യാഭ്യാസ, വാണിജ്യ, സാംസ്കാരിക സാധ്യതകൾ. ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മൾ ഉണ്ടാകണം. അതിന് നമുക്ക് എല്ലാവരെയും പിടിച്ച് ബോധവൽക്കരണം നടത്താനൊന്നും നമ്മളുടെ ഇപ്പോഴത്തെ തിരക്കിനിടയിൽ കഴിയില്ല. നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് നമ്മുടെ സ്കൂളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തുപോയ കുട്ടികളെ, അതിൽ അല്പസ്വല്പം കഴിവുള്ള കുട്ടികളെ ഒന്ന് കണ്ടെത്തി അവർക്ക് ഒരു മെന്ററിംഗ് തലത്തിൽ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ തുടക്കമിടണം. ആ മേഖലയിൽ എന്തു സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നൽകാൻ തയ്യാറാണ് എന്ന ഉറപ്പോടുകൂടിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞാനിങ്ങനെ പ്രസംഗിക്കുന്നു, ഞാനിങ്ങനെ വാചകം അടിക്കുന്നു, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി കിടന്നിറങ്ങുന്നു എന്നുള്ളതല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാഷയുടെ സേവനത്തിന് വേണ്ടി, ഈ ഭാഷയുടെ പ്രൊമോഷന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെ കുറച്ച് കുട്ടികളെ നമ്മൾ കണ്ടെത്തി അവർക്ക് പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുക എന്നുള്ളതാണ്, അവർക്ക് കുറച്ച് മഹാറാത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്തസ്വീദു ബി അൽ മഅരിഫ അൽ ഇൽമിയ അൽ അമലിയ വ അൽ മഹാറാത്ത് അൽ അസാസിയ. ഇവർക്ക് ഏത് ജോലിക്ക് അവർ പോകണമെങ്കിൽ അറബി അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഇതിലെ ഏത് കമ്പനികളിലേക്ക് ജോലിക്ക് പോകുമ്പോഴും അതിലെ ഇന്റർവ്യൂവിന്റെ പല ഘട്ടങ്ങളിലെ ആദ്യത്തെ 1-2 ഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും. അപ്പൊ ബേസിക് ആയി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനുള്ള ഒരു കഴിവ് ഈ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സ്കൈപ്പ് പോലെയുള്ള, സൂം പോലെയുള്ള സംവിധാനങ്ങൾ, ഇപ്പൊ ടെക്നിക്കൽ സംഗതികളെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട സദസ്സല്ല. ഇത്രയധികം ടെക്നോളജി ഇന്റഗ്രേറ്റഡ് ആയ വേറെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോൾ അറബിക് ഫ്രട്ടേണിറ്റിയെ പോലെ, അറബിക് ടീച്ചേഴ്സിനെ പോലെ എന്ന് അതിശയിക്കുന്നതാണ്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഈ ബുക്കെന്നോ ഡിജിറ്റൽ ബുക്കെന്നൊക്കെ ചിന്തിക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരു ആശയം 1-ാം തലം മുതൽ 10-ാം തലം വരെയുള്ള ക്ലാസുകൾക്ക് സൗജന്യ സേവനമായി സമർപ്പിച്ച ആത്മാർത്ഥതയുള്ള അധ്യാപകരുടെ കൂട്ടമാണ് അറബിക് അധ്യാപകർ എന്ന് പറയുന്നത്. ഞാൻ എന്റെ SCRT കാലഘട്ടത്തിലെ പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന്, ശില്പശാലകളിൽ നിന്ന് എനിക്കുണ്ടായ കുറെ ആശ്വാസകരമായ, പ്രതീക്ഷാവഹമായ കുറെ തിരിച്ചറിവുകളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴും ഈ ഏറ്റവും പുതിയ പരിഷ്കരണം വന്ന സമയത്ത് പോലും ഏത് ഭാഷയിലാണ് പൂർണ്ണമായി ഇത് പൂർത്തീകരിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കലാലയങ്ങളിലേക്ക് കയറി ചെന്നിട്ട് നമ്മൾ ഇന്ന് പറയുന്ന ഹൈടെക് കലാലയങ്ങളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ അറബി അധ്യാപകരല്ലാതെ മറ്റാരുമല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഏത് കലാലയത്തിലും പണ്ടൊക്കെ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ സ്റ്റാമ്പിന്റെ കണക്കും ഉച്ചക്കഞ്ഞിയുടെ കണക്കൊക്കെ പിടിക്കാനാണ്. ഇപ്പൊ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ടെക്നോളജിയുടെ കോർഡിനേറ്ററാണ്, IT കോർഡിനേറ്ററാണ് അറബി അധ്യാപകർ. ഈ ഒരു തലത്തിലേക്ക് നമ്മൾ വികസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ ആ തലത്തിലേക്ക് പരിവർത്തിപ്പിക്കുവാനുള്ള ഒരു പതാക വഹിച്ചുകൊണ്ടാണ്, അതിന്റെ ഒരു പ്രതിജ്ഞ നമ്മൾ എടുത്തുകൊണ്ടായിരിക്കണം ഈ സെമിനാർ ഹാളിൽ നിന്ന്, അനന്തപുരിയിൽ നിന്ന് നമ്മുടെ കലാലയങ്ങളിലേക്ക്, നമ്മുടെ പാഠശാലകളിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടത് എന്നതാണ് ഏറ്റവും വിനീതമായി എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്. അറബി ഭാഷയിലുള്ള സാധ്യതകൾ നിങ്ങൾ ആരും ചിന്തിക്കാത്ത തരത്തിലെ ചില സാധ്യതകളുണ്ട്. നിങ്ങളിൽ ഒരാളും ചിന്തിക്കാത്ത തരത്തിൽ. കുറച്ചൊക്കെ അഹങ്കാരം ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഒരു അവബോധത്തിന്റെ, അഭിമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അറബി ഭാഷയിലുള്ള സാധ്യതകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഗൾഫ് രാജ്യത്ത്, വിദേശ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളും ഒന്ന്. രണ്ടാമത്, ഇന്ത്യയിൽ ഇന്ന് പ്രത്യേകിച്ച് മെട്രോ സിറ്റികളിൽ, മെട്രോപൊളിറ്റൻ സിറ്റികളിൽ, ബാംഗ്ലൂർ പോലെ, ഹൈദരാബാദ് പോലെ, ചെന്നൈ പോലെ, ഗുർഗാവ് പോലെ, ബോംബെ പോലെ, തിരുവനന്തപുരം പോലെ, കൊച്ചി പോലെ വികസിക്കുന്ന മെട്രോ സിറ്റികളിലെ IT കമ്പനികൾ, MNCകൾ, അശ്ശരിക്കാത്ത്, മുതഅദ്ദിദത്തുൽ ജിൻസിയാത്ത് എന്ന് നമ്മൾ പറയുന്ന ആമസോൺ പോലെയുള്ള, യൂട്യൂബ് പോലെയുള്ള, മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനികളിൽ അറബി ഭാഷയ്ക്ക് വരുന്ന സാധ്യതകളെ കുറിച്ചാണ് നമുക്കറിയാം. മൂന്നാമത്തെ ഒരു സാധ്യത, ഒരു വലിയ സാധ്യത, നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സാധ്യത, ഏറ്റവും പുതുതായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ കമ്പനികൾ, അവർക്ക് അവിടെയുള്ള വലിയ സാമ്പത്തിക ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി അവരുടെയൊക്കെ ബാക്ക് എൻഡ് ഓഫീസുകൾ ഇപ്പോൾ കേരളത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ഈ ഗൾഫ്, ദുബായ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ
ദുബായി പോകുന്ന ആൾക്കാർ പറയും, ഞാനവിടെ എൻ്റെ റിസർച്ചിന്റെ വിഷയം UAE ലിറ്ററേച്ചറും അവിടുത്തെ കൾച്ചറായിരുന്നു. അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണം നടത്തിയിട്ടാണ് ഞാൻ എൻ്റെ PhD തീസിസ് സമർപ്പിച്ചത്. അന്ന് മുതൽ ഞാൻ UAE ഒരു എക്സ്പെർട്ടായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആര് വിദേശത്ത് പോകുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നു. അപ്പൊ എന്താണ് അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ പറയാം, അൽ-ലുഗ അൽ-ഊല അൽ-അറബിയ ഫൈലൻ തസ്തതി അൽ-ഉർദിയ ഫൈലൻ തസ്തതി അൽ-ഇംഗ്ലീസിയ ഫൈലൻ തസ്തതി ഫൽ അറബിയ ദാലിക അദ്വാഫുൽ ഈമാൻ. കാരണം മലയാളികളാണ്. അത് ഒരു വലിയ ചെറിയ കാര്യമല്ല പറഞ്ഞു. ഇപ്പൊ നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചല്ലോ, അവിടുത്തെ രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ ഫി തഹ്സീസി ദൗല വഫി നുമുവിഹ വഫി തതവ്വുരിഹ വഫി ഇസ്തിഹാരിഹ ദൗർ ബാരിസ് വഅമീഖ് ലിൽ-ഹുനൂദ് ഖുസൂസൻ അഹ്ലി കേരള. മലയാളികൾക്ക് ഒരു നൂറ അൽ കാസിമി എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഫസറുണ്ട്. അവർ ഈജിപ്തിലെ ഐൻ ഷംസ് യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ച ഒരു ഗവേഷണ പ്രബന്ധത്തിന്റെ പേര് അൽ വുജൂദുൽ ഹിന്ദി ഫിൽ ഖലീജിൽ അറബി എന്നാണ്. അൽ വുജൂദുൽ ഹിന്ദി ഫിൽ ഖലീജിൽ അറബി. എന്നിട്ട് അതിന്റെ ആമുഖം വായിച്ചൊക്കെ കാണാം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പല അറബ് പ്രൊഫസർമാരെ സമീപിച്ചു. അവരെല്ലാം തെറ്റിച്ചുടിച്ചു. നമ്മൾ അറബികൾക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ സഹായം? നമ്മൾ സ്വന്തമായി പര്യാപ്തരല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഹാദാ ഫി ബാബി അശ്ശുക്ർ വത്തക്ബീർ لإخوتنا المليباريين الذين أسهموا إسهاما جليا في تأسيس وتطور بلدنا. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി സ്വന്തം രാജ്യത്തെ പോലെ പരിഗണിച്ച് നമ്മുടെ പെറ്റുമ്മ എന്ന് പറയുന്നത്, പെറ്റമ്മ എന്ന് പറയുന്നത് ഇന്ത്യയാണെങ്കിലും പോറ്റമ്മ എന്ന് പറയുന്നത് ഈ അറബ് രാജ്യങ്ങളാണെന്ന് മനസ്സിലാക്കി വർഷങ്ങൾ അവിടെ സമർപ്പിച്ച് പ്രവർത്തിച്ച സാധാരണക്കാരായ തൊഴിലാളികൾ മുതൽ ബിസിനസ് രംഗത്തുള്ള കച്ചവടക്കാർ വരെയുള്ള വലിയ ഒരു ശൃംഖല, അവർ നൽകിയ സേവനമില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഗൾഫ് രാജ്യങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ആ ഗവേഷണ പ്രബന്ധത്തിന്റെ ആമുഖത്തിൽ അവർ എഴുതുന്നത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കേരളം എന്ന് കേട്ടാൽ തിളക്കണം, ചോര നമുക്ക് എവിടെയൊക്കെയോ എന്ന് പറയുന്നില്ലേ എന്നതുപോലെ ഒരു ബോധം കിട്ടും. അപ്പൊ ഇതിൽ ഞാൻ പറയുന്ന ഒരു സാധനം, ഈ മലയാളികളായ ബിസിനസ്സുകാരൊക്കെ അവരുടെ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രം ഗൾഫ് രാജ്യങ്ങളിൽ നിലനിർത്തിയിട്ട് അവരുടെ ബാക്ക് എൻഡ് വർക്കുകളും ഓപ്പറേഷൻസ് മേഖല മുഴുവനും ഇപ്പൊ തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടക്കലിലും മലപ്പുറത്തും മംഗലാപുരത്തും കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പിന്നിൽ നമ്മളോടുള്ള സ്നേഹമല്ല, ഫുലൂസിനോടുള്ള സ്നേഹം. കാരണം മിനിമം സാലറി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ 1000 ദിർഹമെങ്കിലും കൊടുക്കണം. ഇവിടുത്തെ മിനിമം സാലറി എത്ര? സാലറി തന്നെ വേണ്ട. ഒരു ഐഡന്റിറ്റി കാർഡ് നോക്കി ഒന്ന് പഞ്ചിങ്ങിനുള്ള ഒരു മെഷീൻ കാണിച്ചു കൊടുത്താൽ കുട്ടികളെ ജോലിക്ക് ചേരാൻ തയ്യാറാണ് നമ്മുടെ നാട്ടിൽ. അവിടുത്തെ 1000 ദിർഹം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 23,000 രൂപയാണ്. ദുബായിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും 23,000 രൂപയാണ്. ഈ 23,000 രൂപക്ക് പകരം ഒരു 10,000-ഓ 15,000-ഓ കൊടുത്താൽ നല്ല എഫിഷ്യന്റ് ആയ, സിൻസിയർ ആയ, ഡെഡിക്കേറ്റഡ് ആയ സ്റ്റാഫിനെ കിട്ടും. അവിടെയാണെങ്കിൽ ലേബർ വിസ വേണം, അവർക്ക് ഇൻഷുറൻസ് വേണം, ക്ലെയിം വേണം, വേറെ കുറെ സംവിധാനങ്ങൾ വേണം. അവിടുത്തെ ലേബർ മിനിസ്ട്രിയുടെ റൂൾസ് എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാ കമ്പനികളും ഏകദേശം അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാൻ പോകും. രാജിവെക്കണോ ലീവ് എടുക്കണോ എന്നാണ് ഇപ്പോൾ കുറച്ച് ആൾക്കാർ ചിന്തിക്കുന്നത്. തമാശക്ക് പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് പോയാലും നിങ്ങൾ കൂടെ അവിടെ പോയാൽ ആ പോസ്റ്റ് ഇല്ലാതെ, നിങ്ങൾ പോയാൽ ഒരു പോസ്റ്റ് ഇല്ലാതെ ആയാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ പോസ്റ്റ് തിരിച്ചു വരും. അതുകൊണ്ട് ഈ ഭാഷയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ശക്തമായി ഉറച്ചു നിൽക്കണം. പോസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കണം. നിങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങൾ പറയാൻ ഇവിടെ നേതാക്കന്മാരുടെ ഞാൻ അതിലേക്ക് വരേണ്ടതില്ല. ഞാൻ എന്നെ ഏൽപ്പിച്ച ചുമതലയെ പറയും. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ സാധ്യതകൾ മുഴുവനുള്ള പണി എന്ന് പറയുന്നത് മിക്കവാറും ഈ തഖ്ലീസ് അൽ മുസ്തനദാത്ത് എന്ന് പറയുന്ന മേഖലയിൽപ്പെട്ടതാണ്. അവരുടെ, നമ്മുടെ പ്രവാസികളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ടൈപ്പിംഗ് സെന്ററുമായി ബന്ധപ്പെട്ട കുറെ ജോലികൾ, PR റിലേറ്റഡ് ജോലികളാണ്. ഈ ജോലികൾ എന്തെന്ന് പറഞ്ഞാൽ ആളുകൾ, ഇപ്പൊ നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൽ എന്താണോ മലയാളത്തിൽ നടക്കുന്നത് അത് നമ്മൾ അറബിയിൽ ചെയ്യണം. അറബിയിൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടി വരിക? അൽ ഇസ്മുൽ വാലിദ്, താരിഫുൽ മീലാദ്, റഖമു ജവാസ് സഫർ, പിന്നെ റഖമുൽ ഇഖാമ,
ഇതൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടാവും, അത് നമ്മൾ അടിക്കണ്ട. അത് ഫയലിൽ തന്നെ ഡിഫോൾട്ടിൽ വരും. പിന്നെ ചെയ്യേണ്ടതാ, ആളെ പേര് മാറ്റി കൊടുക്കണം. അത് നിർബന്ധം. ഒരേ പേര് വെച്ചിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മൊഹീദ് എന്നുള്ളടത്ത് മാത്യൂസ് നാക്കണം, മാത്യൂസ് എന്നുള്ളടത്ത് അലക്സ് നാക്കണം, അത് സാവിത്രി നാക്കണം, വനജ നാക്കണം, രേഷ്മ നാക്കണം. ഈ പണി എടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് 15,000 മുതൽ 30,000 വരെ രൂപ ശമ്പളത്തിൽ നാട്ടിൽ അവനവൻ്റെ വീട്ടിൽ പോയി കഞ്ഞി കുടിച്ച് അവർക്ക് ജോലി ചെയ്യാം. ഈ സാധ്യത വലിയ അളവിൽ തുറന്നു കിടക്കുകയാണ്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. സാധാരണ ഒരു ഗവൺമെന്റ് പരിപാടിയും കുറെ അതിഥികളുടെ പട്ടികയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു 10 മിനിറ്റ് കിട്ടിയാൽ ഞാൻ എന്നാണ്. പക്ഷേ കൺവീനർ വിളിച്ചതിനോട് പറഞ്ഞു, അല്ല, വേറെ സംസ്കൃതോത്സവം കൂടി നടക്കുന്നത് കൊണ്ട് അതിഥികളൊക്കെ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സാറിന് എമ്പാടും സമയം കിട്ടും. പക്ഷേ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം വന്നവരല്ലല്ലോ. ഇനി കലോത്സവത്തിന് നമ്മുടെ കുട്ടികളെ തയ്യാറാക്കേണ്ടതുണ്ട്, ജഡ്ജ്മെന്റിന് വന്ന ആളുകളുണ്ട്, മറ്റു രൂപത്തിലുള്ള നമ്മുടെ തിരക്കുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ റോൾ എന്താണ്? മാ ദൗറുനാ നഹ്നു കെ മുദർരിസിൽ ലുഗൽ അറബിയ്യ വ ഉശാഖിഹ വമൻ യഈശു ലി അജ്ലിഹ. ഈ ഭാഷയ്ക്ക് വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഭാഷ കൊണ്ട് ജീവിക്കുന്ന അല്ലദീന യർതസിഖൂന ബിഹാദിഹിൽ ലുഗ, നമ്മുടെ ശമ്പളം ഹലാലാക്കുക എന്ന് പറയുന്ന ഒരു കടമ്പ കൂടി ഉണ്ടല്ലോ. നമ്മൾ അറബി അധ്യാപകരാണ് എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞ മഅരിഫത്തുൽ ലുഗൽ അറബിയയിലെ അൽ മഹാറാത്തുൽ ലുഗവിയ്യ അൽ അസ്ലിയ എന്ന് പറയുന്ന ആ 4 മഹാറത്തിൻ്റെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. എല്ലാവരെയും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സർവീസിൽ കയറി സർവീസിൽ നിന്ന് പിരിയുന്നത് വരെ ഒരു അറബി ഭാഷയിൽ ഒരു വാചകം പോലും സംസാരിക്കാൻ അവസരം കിട്ടാതെ സേവനം നടത്തേണ്ടി വരുന്ന ആളുകൾ കൂടി ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. അവരെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ അറബി സംസാരിക്കണം എങ്കിൽ ആദ്യം നമ്മൾ അറബി സംസാരിക്കണം. ഫാഖിദു ശൈഇ ലാ യുഅ്തിഹി എന്ന ഒരു നിയമം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് ഇൽമുമായി ബന്ധപ്പെട്ട സദസ്സുകളിൽ. നമുക്ക് ഇല്ലാത്ത ഒന്ന് നമുക്ക് വേറെ ഒരാളിലേക്ക് പകരാൻ കഴിയില്ല, വേറെ ഒരാളിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു വലിയ ബാരിയർ എന്ന് പറയുന്നത് ഭാഷയെക്കുറിച്ചുള്ള അനാവശ്യമായ കുറെ ആശങ്കകളാണ്. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ തെറ്റും, അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല. ഞാൻ നടക്കാൻ തുടങ്ങിയ വീഴും, അതുകൊണ്ട് ഞാൻ നടക്കുന്നില്ല എന്ന് ഓരോ കുഞ്ഞുങ്ങളും തീരുമാനിച്ചാൽ നമ്മൾ ആരും നടക്കുമായിരുന്നില്ല. ഈ തിരയടങ്ങിയിട്ട് മതി മീൻ പിടിക്കാൻ പോകുന്നത് എന്ന് ഈ മത്സ്യബന്ധന തൊഴിലാളികൾ തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരും മത്സ്യം കഴിക്കുമായിരുന്നില്ല. നമ്മൾ തെറ്റൊഴിവാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഹുനാക ത്വരീഖത്തുൻ വഹീദത്തുൻ ലിതജന്നുബിൽ അഖ്താ അൻ ലാ നഖൂല ശൈഅൻ വലാ നഫഅല ശൈഅൻ. ഡു നത്തിങ് ആൻഡ് സേ നത്തിങ് എന്ന ഒരു തെറ്റുണ്ടാവും. ചെയ്യുന്നവർക്ക് മാത്രമേ തെറ്റുണ്ടാവും. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു പ്രശ്നം ഗ്രാമറുമായി ബന്ധപ്പെട്ട നമ്മുടെ അറിവില്ലായ്മയും അതിന് പാണ്ഡിത്യമില്ലാത്തതും പലപ്പോഴും നമ്മുടെ ഭാഷാ സംസാരത്തിന് ഒരു വലിയ വിഘാതമായി നിൽക്കുന്നുണ്ട്. ഗ്രാമർ ഏറ്റവും ആവശ്യമായി വരുന്നത് അറബി ഭാഷയിൽ കിതാബത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. തദ്വീനും തഅലീഫുമായി ബന്ധപ്പെട്ട് തസ്നീഫിന്റെ മേഖലയിലാണ് ഖവായിദുൽ ലുഗൽ അറബിയ ഏറ്റവും പ്രസക്തമായി വരുന്നത്. അതേസമയം നമുക്കൊരാളോട് സംസാരിക്കാൻ, നമുക്കൊരാളോട് ആശയവിനിമയം നടത്താൻ, ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്താൽ മതി. എത്ര വർഷമായി നമ്മൾ ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി നമ്മുടെ കുട്ടികൾ ഇത് സംസാരിക്കാൻ തുടങ്ങിയിട്ട്? വർഷങ്ങളുടെ കണക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഡിഗ്രി അവസാന വർഷ കുട്ടികളോട് ചോദിച്ചു, മുൻതുക്കം സന. ഞാൻ എൻ്റെ ക്ലാസ്സിൽ മലയാളം സംസാരിക്കാറില്ല, എൻ്റെ ഒരു ക്ലാസ്സിലും ഞാൻ മലയാളം സംസാരിക്കാറില്ല, അറബിയിലാണ് ഞാൻ കുട്ടികളോട് സംസാരിക്കാറുള്ളത്. ഞാൻ കുട്ടികൾ മുൻതുക്കം സന അൻതും തദ്റുസൂന ലുഗൽ അറബിയ്യ. كان الجواب من جميعهم 13 سنة 14 سنة، لكن لا أحد منهم
യഖ്തദിറൂന അൻ യതഹദ്ദസ ബില്ലുഗൽ അറബിയ്യ. അൻ യതഹദ്ദസു നിങ്ങൾ തിരുത്തൂലേ, അതാണ് ഞാൻ സംസാരിച്ച തെറ്റെന്ന് പറയുന്നത്. തെറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ChatGPTയിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് സംസാരിച്ചതാണെന്ന് മനസ്സിലായി. ആരെങ്കിലും തെറ്റാതെ വല്ലതും എഴുതി സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, തെറ്റാതെ വല്ലതും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹാദാ മുസ്തനദുൻ മിന ദഖാഇൽ ഇസ്തിനാൽ, അതിൽ പുതിയൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇവിടുന്ന് പറഞ്ഞാൽ പിന്നെ ഈ വാദം പൊളിയും. ChatGPTയിൽ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ മാൽ അഖ്താ എന്ന് പറഞ്ഞാൽ give me that content with a little bit mistakes, അങ്ങനെ പുതിയൊരു ഓപ്ഷൻ കിട്ടി. നമ്മളിങ്ങനെ ബലം പിടിച്ച് മത്സരവും ഗ്രേഡും ജഡ്ജ്മെന്റും പിന്നെ കുട്ടികളെ എസ്കോർട്ടിങ്ങും അക്കോമഡേഷനും ഫുഡും സാനിറ്ററിയും ഒക്കെ ആലോചിച്ചിങ്ങനെ തിരക്ക് പിടിച്ച് ടെൻഷനിലാണ്. ഒന്ന് റിലീസ് ആവാവുന്ന വിലക്ക് കൂടിയാണ് ഞാൻ കുറച്ചൊരു ഈ ഒരു രൂപത്തിൽ പോയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഈ ഭാഷയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, ഈ ഭാഷയാണ് നമ്മുടെ അന്നം, നമ്മുടെ മക്കളുടെ അന്നം, നമ്മുടെ മാതാപിതാക്കളുടെ ആശ്രയം. മറ്റുള്ളവർക്ക് അറബി അറിയാത്തത് കൊണ്ടാണ് അല്ലെ നമ്മുടെ സ്കൂളിലെ മറ്റുള്ളവർക്ക് കൃത്യമായ അറിവ് അറിയാത്തത് കൊണ്ടാണ് വലിയ കേടുപാടൊന്നും കൂടാതെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇനിയുള്ള കാലം അങ്ങനെയല്ല, എല്ലാവരും അറബി പഠിക്കാൻ പോകും. ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ 3 IFS ഓഫീസർമാർ, അതിലൊരാൾ ഡെപ്യൂട്ടി അംബാസഡറാണ്, ഇപ്പോൾ അറബി പഠിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിശദീകരിക്കുന്ന കാര്യമില്ല, അവരാരും മുസ്ലിങ്ങളല്ല. ഒരു ഫോർമർ DGP ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അറബി പഠിക്കുന്നുണ്ട്. അറബി ഭാഷയുടെ സാധ്യതകളെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ 13 വർഷമായി അറബി പഠിക്കുന്ന, 10 വർഷമായി അറബി പഠിക്കുന്ന, 20 വർഷമായി അറബി പഠിപ്പിക്കുന്ന നമ്മൾ ഇത് സംസാരം എത്ര അറിവുണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ എത്ര വലിയ ഫഖീഹ് ആലിമും മുതമക്കിനും ഫിൽ ലുഗൽ അറബിയായിട്ട് കാര്യമില്ല. സംസാരിക്കണമെങ്കിൽ ലാ തുരീക ലിൽ ഹദീസി ഇല്ലൽ ഹദീസ്, ലാ സബീല ലിൽ കലാമി ഇല്ലൽ കലാം. സംസാരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് മഹാറത്താണ്, ഇത് ഇൽമല്ല. ഭാഷയെ ഇൽമായിട്ട് കണ്ടു എന്നുള്ളതാണ് നമുക്ക് പറ്റിയ ചെറിയൊരു പ്രശ്നം. അതിനെ മഹാറത്തായിട്ട് കാണണമെങ്കിൽ ലാ യുംകിനുന തഅല്ലുമ അയ്യി മഹാറത്തിൻ ലാകിൻ നസ്തതിഉ ഇക്തിസാബഹ, നമുക്കത് അക്യൂർ ചെയ്യുക എന്ന് പറയുന്ന, സ്കിൽ അക്വിസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ വരിക. നമ്മൾ സംസാരിക്കുക, ഏറ്റവും സുരക്ഷിതമായി സംസാരിക്കുവാൻ പറ്റുന്ന ആളുകൾ നമ്മൾ അധ്യാപകരാണ്. കാരണം നമ്മുടെ കുട്ടികൾ അത്രയും സാധുക്കളാണ്. അവരുടെ മുമ്പിൽ നിങ്ങൾ ധൈര്യമായി സംസാരിച്ച് തുടങ്ങുക. അതിൽ ഫേലും ഫായിലും റഫും ഡെസ്കും ജറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിക്കോട്ടെ, മുദക്കറും മുഹന്നസും മാറിപ്പോയിക്കോട്ടെ. അപ്പൊ അതിന് മാറുന്നൊരു കാലഘട്ടം കൂടിയാണല്ലോ. അതുകൊണ്ട് അതൊന്നും പ്രശ്നമായി വരാൻ പോകുന്നില്ല. നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ അങ്ങ് സംസാരിച്ചാൽ മതി. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കുറെ വ്ലോഗുകളും ആവശ്യമില്ലാത്ത കുറെ ചാനലുകളും ആവശ്യമില്ല വല്ലദീനഹും അനിൽ ലഗവി മുഅ്രിദൂൻ എന്ന് പറഞ്ഞെടുത്ത് വല്ലദീനഹും ഫിൽ ലഗവി മുകിബ്ബൂൻ വസാജിദൂന വആകിഫൂൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ തലം പോകുന്നത്. എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ കേൾക്കുകയും എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊന്നും കേൾക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കുട്ടികൾ മുഴുവൻ വാട്സപ്പിലാണ് എന്ന് പറയുന്നത് വാട്സപ്പിൽ തല ഉയർത്താൻ പറ്റാത്ത നമ്മുടെ തലമുറയിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് മലയാളത്തിലുള്ള കുറെ സാധനങ്ങൾ ഇങ്ങനെ പിന്നെ ആളുകൾ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഞാൻ അവർക്ക് എത്തിച്ചു കൊടുത്താൽ അവരിലൂടെ എന്റെ പ്രൊഫഷൻ എടുക്കുന്നുള്ളതുകൊണ്ട് കുറെ വളവളായുള്ള എന്തെങ്കിലും കുടുംബം കലക്കുന്ന കുറെ ബ്ലോഗുകൾ ഉണ്ടല്ലോ, കുടുംബം കലക്കുന്ന കുറെ ചാനലുകൾ. ഒരു ബ്ലോഗറും ഒരു ഭക്ഷണത്തെ പറ്റി കുറ്റം പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ പറഞ്ഞ ഒരു ഹോട്ടലിൽ പോയിട്ട് അവൻ പറഞ്ഞ ടേസ്റ്റിൽ ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഇങ്ങനെയുള്ള ഈ അനാവശ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നമ്മൾ തഹ്വീലു അൽ മുശാഹദ വൽ മുതാബഅ ഫി തവാസുൽ അൽ ഇജ്തിമായി ഫി സോഷ്യൽ മീഡിയ ഫിൽ ലുഗൽ അറബിയ, അറബി ഭാഷയിൽ നന്നായി നമുക്ക് കേൾക്കാനും പഠിക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് പിന്നെ ഉപകാരപ്രദമായ വെബ്സൈറ്റുകളുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ച് ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് മറ്റുള്ളവരൊക്കെ നമ്മൾ വിടും. നാട്ടുകാരെ കുറിച്ചും മക്കളെ കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വിദ്യാർത്ഥികളെ കുറിച്ചും രക്ഷിതാക്കളെ കുറിച്ചുള്ള ആശങ്കയൊക്കെ അവഗണിക്കും. നമ്മൾ നമ്മളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക. അലൈന അൻ നുറക്കിസ അല അൻഫുസിന ലിതത്വീരി അൻഫുസിന വതഹ്സീനി മഹാറാത്തിന. We have to do something very seriously for the enhancement and improvement of our linguistic skills.
അതിന് നമുക്ക് ഒരുപാട് അവസരമുണ്ട്. നമുക്കിത് ഓഡിയോ പറഞ്ഞെടുത്താൽ തെറ്റാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് പറയാൻ അവസരമുണ്ട്. നമുക്ക് ആര് പറഞ്ഞാലും കേട്ടാൽ നമുക്ക് മടിയുണ്ടെങ്കിൽ നമ്മൾ AI-നോട് പറഞ്ഞാൽ മതി. AI-നോട് നമ്മൾ പറഞ്ഞാൽ അവർക്ക് തിരുത്തി തരും. ഇങ്ങനെ നമുക്ക് ഈ ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മുന്നിൽ വിരിഞ്ഞു കിടക്കുന്ന സോഷ്യൽ മീഡിയയുടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ ഞാനോ നിങ്ങളോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ഒരു മസ്ഊലിയത്താണ്. ഹാദിഹി അമാനത്തുൻ വ മസ്ഊലിയ കബീറ അല കവാഹിരിന ലി മുഹാഫദത്തി ഹാദിഹി ലുഗ വലിസൗനിഹ വലിഹിമായതിഹ മിൻ അജ്ലിഹ മുൻദുൽ യൗം ഇൻഷാ അല്ലാഹ് നഹ്നു നൻഹദു വ നഖൂമു ونقف جنبا بجنب لأجل اللغة العربية. العربية هويتنا وثقافتنا ورزقنا ومعيشتنا എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു അവസരം തന്നതിന്, ഇത്രയും വലിയ അറിവുള്ള ഉദ്ബുദ്ധമായ ഒരു സദസ്സിന് മുന്നിൽ സംസാരിക്കാനുള്ള ഒരു വേദി തുറന്നിട്ടതിന്, എന്നെ ക്ഷണിച്ചതിന് സംഘാടകരോട് നന്ദി പറയുന്നു. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. 860